അപ്പോൾ നമ്മൾ ഇതിൽ മസാജ് കൊടുക്കുന്നുണ്ട്, ഒരു 10 to 15 മിനിറ്റ്സ് മസാജ് കൊടുക്കുന്നുണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് പാർവതി. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ എൻ്റെ സ്വന്തം സ്ഥാപനമായ വഞ്ചൂരിലുള്ള ഗ്ലാം റൂം യൂണിസെക്സ് സലൂണിലാണ്. ഇവിടുത്തെ പ്രധാന സർവീസസ് എന്ന് പറയുന്നത് ഫേഷ്യലിനാണെങ്കിൽ ഹൈഡ്രാ ഫേഷ്യലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ആയ നാനോപ്ലാസ്റ്റിയ, ബോട്ടോക്സ്, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സുകൾ. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്താണ് അവരുടെ ഐഡൻറ്റിറ്റി തന്നെ മാറുന്നത്. ഫേസും ഹെയറും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി. ഇടയ്ക്ക് വെച്ച് ഇവോൾവ് എന്ന് പറയുന്ന പേരിൽ നിന്ന് ഗ്ലാം റൂം എന്ന് പറയുന്ന പേരിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഹെയർ സ്പാ ആണ്. ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ നമ്മൾ വാം ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഹെയർ സ്പായുടെ ഓരോ ഹെയർ ഏതാണ്, ഏത് ടെക്സ്ചറാണെന്ന് അറിഞ്ഞിട്ടാണ് സ്പാ ക്രീം തന്നെ എടുക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെയർ കട്ടിന് പറഞ്ഞതുപോലെ സെക്ഷൻസ് എടുത്ത് തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓരോ സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ പോലെയല്ല. ഇത് നമ്മുടെ സ്കാൽപ്പിൽ ആയാലും അല്ലെങ്കിൽ തലയോട്ടിയിലായാലും പ്രശ്നമില്ല. കൂടുതൽ എഫക്റ്റ് ഒന്നും ചെയ്യില്ല, ഹെയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല ഇത്. അപ്പോൾ നമ്മുടെ ഹെയർ സ്പാ ചെയ്യുന്നതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സായിട്ടൊക്കെ ഡിപ്രഷൻ, സ്ട്രെസ് എന്നൊക്കെ എല്ലാം പറയാമല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഹെയറിൽ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെ വൈബ്രേറ്റിംഗ് മെഷീന്, പിന്നെ അതുപോലെ പല എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഇതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു തലവേദന, മൈഗ്രെയിൻ പോലുള്ള കാര്യങ്ങൾക്ക് ഇച്ചിരി ശമനം വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇത് ചെയ്യുമ്പോൾ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓവർ ലൈറ്റ് പാടില്ല. അതുപോലെ തന്നെ ഓവർ സൗണ്ട്, എൻ്റെ ഈ സൗണ്ട് പോലും പാടില്ല, ഓവർ സൗണ്ട് പാടില്ല. ഇതിന് ഫുൾ കാമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ഇതിന് ചൂസ് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഏറ്റവും കൂടുതലും ഇത് ഹെയർ സ്പായാണ്. അതുപോലെ തന്നെ ഹോട്ട് ഓയിൽ മസാജ് ഉണ്ട് ഹെയറിൽ തന്നെ. കാരണം ചിലർ പറയും എനിക്ക് ഓയിൽ മസാജ് മതി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ പറയില്ലേ വൺസ് എ വീക്ക് ഓയിൽ അപ്ലൈ ചെയ്യണം എന്ന്. അതുപോലെ തന്നെ അത് ചെയ്യാൻ പറ്റാത്തവരും വീട്ടിൽ സാഹചര്യം ഇല്ലാത്തവരും നമ്മൾ ഓയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പറയാറുണ്ട് ഓയിൽ മസാജ് മതി, ഹെയർ സ്പാ വേണ്ട. അതായത് ഇത് ക്രീമാണ്, കാണാം നിങ്ങൾക്ക്, ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഓയിൽ മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓയിലും ചെയ്യാറുണ്ട്. പിന്നെ വെറും വെള്ളം വെച്ച് ചെയ്യാറുണ്ട്. അപ്പം ഇതിന് എല്ലാത്തിനും ഒരേ രീതി തന്നെയാണ്. ഇപ്പം മസാജ് ചെയ്യുന്നതിന് ഒരേ രീതി തന്നെയാണ്. പക്ഷേ പ്രോഡക്റ്റ് മാറും. വെള്ളം, അതുപോലെ തന്നെ സ്പാ ക്രീം, ഓയിൽ അങ്ങനെ മാറും. അപ്പോൾ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ആ ഹെയറിൻ്റെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സ്കാൽപ്പിൽ ഓൾറെഡി നമ്മളത് പുരട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ഹെയറിൻ്റെ ഇടകളുടെ ഇടയിൽ കൂടെയും പോകാൻ വേണ്ടി ഈ ക്രീം നല്ലതാണ്, പ്രോട്ടീൻ ക്രീമാണിത്. സോ വരാൻ അങ്ങനെ ഹെയറിൽ ഫുൾ ആകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഇപ്പോൾ കാണിക്കും ആ ചേച്ചി, നോക്കിക്കോ. ഇങ്ങനെ ചെയ്യുന്നത് ആ ഹെയറിൽ ഫുള്ളായാണ് അത് വരുന്നത്. ക്യൂട്ടിക്കിൾസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതൊക്കെ ഓപ്പണായി അതിനകത്തൊക്കെ അതിനകത്തൊക്കെ ഈ ക്രീം അപ്ലൈ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ മസാജ് കൊടുക്കുന്നുണ്ട്, ഒരു 10 to 15 മിനിറ്റ്സ് മസാജ് കൊടുക്കുന്നുണ്ട്. ആ മസാജ് കൊടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹെഡിന് നല്ലതാണ്. അതുപോലെ തന്നെ ഫേസിൽ ആ ഒരു മാറ്റം വരും. നമ്മളിപ്പോൾ ഈവൻ നമ്മൾ ഹെഡിലും അല്ലെങ്കിൽ കാലിലും ഒരു മസാജ് എന്ന് പറയുന്നത്, അതായത് കാൽപാദത്തിൻ്റെ അങ്ങോട്ട് ഒരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഫേസിലൊരു ഗ്ലോ വരും, ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. അതായത് സ്ലോലി പൊക്കോണ്ടിരിക്കുന്നത് കുറച്ച് കൂടുതലാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ ആ മാറ്റം വരും. ഇപ്പോൾ ഹെയറിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം ആ ഫേസിലുണ്ടാവാൻ സാധ്യത കൂടുതലാണ്.
പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഗ്രേ ഹെയർ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പാടില്ല, ഈ കളർ ഹെയർ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവൻ ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ അതുള്ളതുകൊണ്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഏത് ഹെയറിൽ വേണോ ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മന്ത്ലി ഒരു 2 or 3 ടൈംസ് അല്ലെങ്കിൽ ഒരു 4 ടൈംസ് മാക്സിമം ചെയ്യുന്നത് നല്ലതായിരിക്കും ഹെയറിന്. കാരണം നമ്മൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു എഫക്റ്റ് കിട്ടില്ല. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ അറിയാവുന്ന ഒരാളായിരിക്കണം. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ സ്പാ ചെയ്യുമ്പോൾ നമ്മൾ ഈ നെക്കിലൊരു മസാജ് കൊടുക്കും, ഇവിടെ ഷോൾഡറിൽ പിന്നെ സ്പൈനലിൽ ഒരു മസാജ് കൊടുക്കും. ചില കസ്റ്റമേഴ്സ് പറയും സ്പൈനലിൽ വേണ്ട, താഴോട്ട് വേണ്ട, ഇവിടെ നെക്കും ഇവിടെയും മതി എന്ന് പറയും. കാരണം ഇത് നമുക്ക് എന്താണ് പോയിൻ്റാണ്, നമുക്ക് ഓരോ പ്രഷറിലും ഓരോ പോയിൻ്റാണ്. ആ ഒരു പോയിന്റിൽ കൂടെ പോകുമ്പോഴായിരിക്കും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിലോട്ട് ചെയ്യാറില്ല. മർമ്മം ഈ ഒരു ഭാഗത്താണെങ്കിൽ താഴോട്ടേ ചെയ്യുള്ളൂ, മേളിലോട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ ചെയ്യാറില്ല. പുറകിൽ നിന്ന് ചെയ്യുമ്പോഴാണ് എല്ലാ സലൂണുകളിലും ഇങ്ങനെ തല ഇറങ്ങി വീഴുക, ജന്നി വരിക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ ഹെയറിന് ഹെഡ് മസാജിന് മെഷീൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് മെഷീൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെഷീൻസുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടും കൈ വെച്ച് ചെയ്തതിന് ശേഷം മാത്രമേ മെഷീൻസ് അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം നമ്മൾ കയ്യിൽ കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്, അതായിരിക്കും ഏറ്റവും ഹെയറിന് നല്ലത് അല്ലെങ്കിൽ ഹെഡിന് നല്ലത്. ഇത് റെസ്റ്റിംഗ് ടൈമുണ്ട്. ഈ നമ്മൾ ബാക്കിയുള്ള ഫേഷ്യലിനൊക്കെ പോലെ അത്രയും ടൈം ഇല്ലെങ്കിലും ഇതിനൊരു റെസ്റ്റിംഗ് ടൈം ഒരു 10 to 15 ടൈംസൊക്കെ ഓരോ വർക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റിംഗ് ടൈമുണ്ട്. അതായത് ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഒരു സ്റ്റീം എന്ന് പറയുന്നൊരു സംഭവം ചെയ്യുന്നത്. പിന്നെ ഹെയർ സ്പാ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേറെ ഗുണങ്ങളെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സിറം തേച്ചപ്പോൾ പറഞ്ഞില്ലേ സ്മൂത്തും ഷൈനും ആവും. ഇതും അതുപോലെ തന്നെയാണ്, സ്മൂത്താവും ഷൈനാവും. നമുക്കിങ്ങനെ കൈ വെച്ച് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. പെട്ടെന്ന് ഈ കട്ടയ്ക്ക് ഇങ്ങനെ ഹെയർ ഇങ്ങനെ കെട്ടി വരില്ലേ, അതൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് കയ്യിൽ പിടിച്ചാൽ കിട്ടും മുടി. എല്ലാവർക്കും ഇപ്പോൾ അതാണല്ലോ ഇഷ്ടം, എല്ലാവർക്കും ഇങ്ങനെ ചെടയടിച്ച് കിടക്കുന്നത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇത് ചെയ്താൽ അതും ഒരു ഗുണമാണ്. ഇങ്ങനെ ഓരോ സെക്ഷൻ എടുക്കുന്നത് ഈ അകത്തോട്ടുള്ള, അത് നമ്മളിപ്പം സെക്ഷൻ എടുക്കാതെയാണ് ചെയ്തെങ്കിൽ പുറം ഭാഗം, അതായത് ഒരു ഹെയറിൻ്റെ ഫുൾ പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫുൾ പോർഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെക്ഷൻ എടുക്കുമ്പോൾ അകത്തോട്ടുള്ള ഭാഗത്തോട്ട് നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓയിലാണെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ച് ഹോട്ട് ഓയിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഡാമേജ്ഡ് ആണോ ഡ്രൈ ആണോ എന്നൊക്കെ മനസ്സിലാവും. ആ സമയത്ത് നോക്കിയിട്ട് വേണം. ഇത് കഴിഞ്ഞിട്ടൊരു ഡ്രൈ എന്ന് പറയുന്നൊരിതുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡ്രൈ ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങളുടെ ഹെയർ ഡാമേജ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കാണും, വീട്ടിൽ വെച്ച് കോംബ് ചെയ്യുമ്പോൾ പൊട്ടി പോകുന്നൊരു പ്രശ്നമൊക്കെ കാണും. അവരായിരിക്കും കൂടുതലും ഈ സ്പാ ചെയ്യാനായിട്ട് വരുന്നത്. സോ അതിന് കൂടുതലിപ്പോൾ വീടുകളിലും എല്ലാവരും ഡ്രൈയിങ് ഒക്കെ യൂസ് ചെയ്യും. ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പാ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓയിൽ മസാജ് ചെയ്യുക നിരന്തരം. ഡ്രൈ ചെയ്യാതിരിക്കുക. വീട്ടിൽ തന്നെ ആണെങ്കിൽ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാതെ, ഹോട്ടൊന്നും യൂസ് ചെയ്ത് ഡ്രയർ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ഇതേപോലത്തെ ടവല് കാണും, കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യുന്ന ടവല് കാണും, അത് വെച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു, കുറച്ച് മസാജൊക്കെ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി ഒന്ന് സ്റ്റീം കൊടുക്കണം. സ്റ്റീം കൊടുക്കുമ്പോൾ ഇപ്പോഴും പറയുകയാണ്, ഡാമേജ് ഹെയറിന് സ്റ്റീം കൊടുക്കരുത്. കാരണം ഓൾറെഡി പൊട്ടിപ്പോകുന്ന ഹെയറിൽ പിന്നെ ഒരു ചെറിയൊരു ചൂട് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ പ്രോബ്ലം ആവത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റീം കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്റ്റീം കൊടുത്ത് ഒരുപാട് ഇതാവുമ്പോൾ ഈ ആവി ഉണ്ടല്ലോ, ആവി ഇവിടെ കൂടെ വന്ന് ഈ വെള്ളം, ഈ ചൂടായിരിക്കും ആ വെള്ളം,
അത് മുഖത്ത് ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ വെള്ളമൊന്നും വീഴുന്നില്ല, ചൂട് വെള്ളമായിരിക്കും ഈ ഭാഗത്തുനിന്ന് വീഴുന്നത്, അതില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇത് മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് പോവുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലെ സ്കിന്നായിട്ടുള്ള ഇതൊക്കെ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫേസിൽ കൊടുക്കും നമ്മൾ ആവി, അതേപോലെ തന്നെയാണ് ഈ ഹെയറിൽ കൊടുക്കുന്നത്, ഹെഡിലാണ് കൊടുക്കുന്നത്. നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും, ചൂട് ഓക്കെ ആണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, ചൂടുണ്ടോ ചേച്ചി? ചെറിയൊരു ചൂടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെയ്യുക. അപ്പോൾ ചൂടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആ ആളോട് അല്ലെങ്കിൽ ക്ലയൻറ്റിനോട് ചോദിച്ചതിന് ശേഷം ഈ ഫാന് പോലത്തെ ഒരു സംഭവമുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതാണ്ട് വെള്ളം, അതാണ് വെള്ളമാണിത്, ചൂട് വെള്ളമാണിത്. ജസ്റ്റ് വീഴണില്ലയോ നോക്കുക. അപ്പോൾ ഇത് മതിയാവും, ഇത്രയും ടൈം മതിയാവും. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് മസാജർ വയ്ക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു, നമ്മൾ ചെറിയൊരു മസാജ് കൊടുത്തു, ചെറുതല്ല കുറച്ച് കൂടുതലായിട്ട് മസാജ് കൊടുത്തു. പിന്നീട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റീം ചെയ്തു. ഇനി അടുത്തതൊരു മസാജറിൻ്റെ ഒരു ഇതാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴും നമ്മൾ കൈവച്ച് കൊടുത്തതിനെ മെഷീൻ വെച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ കൈവച്ച് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്, അതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറിനോട് ചോദിക്കണം, ഇത് ഓക്കെ ആണോ, നിങ്ങൾക്ക് പ്രഷർ എന്തെങ്കിലും ഇനി കൂടുതലോ അല്ലെങ്കിൽ കുറവോ വേണോ, ഇത് ഓക്കെ ആണോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. കാരണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഹെയറിൽ പെട്ടെന്നൊരു ഹെഡിലൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. സോ കസ്റ്റമറിനോട് നമ്മൾ എപ്പോഴും ചോദിക്കുക, ഇത് ഓക്കെ ആണോ, ഈ പ്രഷർ ഓക്കെ ആണോ. ഇപ്പോൾ ഈവൻ മസാജ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ചോദിക്കുക, ഈ പ്രഷർ ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലാതെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ഈ മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പാടില്ല. മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇത് പ്രശ്നമാണ്, ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ജസ്റ്റ് ഒരു ഹാൻഡ് വശമുള്ളൊരു ചെറിയൊരു മസാജ്, അതും സൂക്ഷിച്ച് ചെറിയൊരു മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്നേ കവറപ്പ് ചെയ്ത് നമുക്കൊരു ഷവർ ക്യാപ്പ് ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ ലീവ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് ഡ്രൈ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണ്. നമ്മൾ ആദ്യമേ കണ്ടു അല്ലേ ചേച്ചി, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്? സ്മൂത്തനിങ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അറിയാം, നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. സ്മൂത്തനിങ് ചെയ്തൊരു ഹെയർ ആണ്, ട്രീറ്റഡ് ഹെയർ ആണ്. സോ ഇതിലിനി ഡ്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ല. തനിയെ തന്നെ സ്മൂത്തനിങ് ചെയ്തതുകൊണ്ട് ഓൾറെഡി നമ്മൾ കൂടുതൽ ഹീറ്റ് അപ്ലൈ കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ പിന്നെയും ചാൻസ് കൂടുതലാണ്. ഹെയറിന് ഹെൽത്തി ഇല്ലാതാവും. അതായത് ഹെയർ പെട്ടെന്ന് ഒടിഞ്ഞ് ചേച്ചി വീട്ടിൽ ചെന്ന് ചീകും തോറും ഒടിഞ്ഞൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുക. ജസ്റ്റ് ഒന്ന് തനിയെ ഡ്രൈ ആവാനായിട്ട് ലീവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞത് വാഷ് ചെയ്തു. ഡ്രൈ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണ്. സോ ഡ്രൈ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടവൽ വെച്ചിട്ടാണ് ഒന്ന് തോർത്തിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ്, ഒക്കെ കാണാൻ പറ്റും. ഒരു ടാങ്കിൾസ് ഒന്നും ഇല്ല, നല്ല ഫ്രീ ആയിട്ട് വിരലുകളിങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഹെയറിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അറിയാൻ പറ്റും, നല്ല സ്മൂത്തും ഷൈനി ആയെന്ന് അറിയാൻ പറ്റും.